അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജാമ ചെയ്യാൻ പ്രത്യേക ദിവസങ്ങളുണ്ടോ എന്നാണ് സഹോദരൻ്റെ ചോദ്യം. ഹിജാമ എന്ന് പറഞ്ഞാൽ കൊമ്പ് വെപ്പിക്കൽ എന്നാണ് മലയാളത്തിൽ പറയുക എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഹിജാമ നടത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് ധാരാളം അനുവദിച്ചതായിട്ട് റസൂൽ ഹിജാമ നടത്തിയതായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏത് ദിവസം പ്രത്യേകതയുള്ള ദിവസം, ഏത് ദിവസം പ്രത്യേകതയില്ലാത്ത ദിവസം എന്ന് നിർണ്ണയിക്കുന്ന ഹദീസുകളൊക്കെ ചർച്ചയ്ക്ക് വിധേയമായതാണ്. ധാരാളം ചർച്ചകൾ പണ്ഡിതന്മാരുടെ ഇടയിൽ നടന്നിട്ടുമുണ്ട് ഈ വിഷയത്തിൽ. എല്ലാവരും യോജിച്ച് പറയുന്ന ഒന്നാണ്. അതിന് വലിയ ആധികാരികത ഇല്ലെങ്കിലും എല്ലാ മാസത്തിലും ഒറ്റ ദിവസങ്ങളാകുന്ന 17, 19, 21 അറബി മാസം ഹിജ്റ വർഷത്തിലുള്ള ഹിജ്റ താരീഖ് തീയതി അനുസരിച്ച് എല്ലാ മാസത്തിലും 17, 19, 21 എന്നീ ദിവസങ്ങളിലായിരിക്കലാണ് ഹിജാമ ഉത്തമമായ രീതി എന്നതാണ് മിക്ക ഹദീസുകളുടെ ശൈലിയിൽ നിന്നിട്ട് പലരും മനസ്സിലാക്കിയത്. മൊത്തത്തിൽ ഹിജാമ റസൂൽ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, സഹാബാക്കൾ ചെയ്തിട്ടുണ്ട്. അത് അനുവദനീയമാണ്. അതിനെ പ്രേരിപ്പിക്കുന്നതായ ഹദീസുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷെ സമയം നിർണ്ണയിക്കുന്നതായ ഹദീസുകളൊന്നും സ്ഥിരീകരിക്കപ്പെട്ടതല്ല, ചർച്ചയ്ക്ക് വിധേയമായതാണ്. എന്നതുകൊണ്ട് വർഷത്തിലുള്ള ഏത് ദിവസങ്ങളിലും ഏത് സമയത്തും ഹിജാമ ചെയ്യുന്നുണ്ട്, വിരോധമില്ല. രോഗമുള്ള, ക്ഷീണമുള്ള, പ്രയാസമുള്ള സന്ദർഭത്തിൽ ആരോഗ്യപരമായിട്ട് പ്രയാസം കൂടുതലാവാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കലാണ് നല്ലത്. അല്ലാതെ സമയത്ത് എല്ലാം ചെയ്യുന്നത് കൊണ്ട് വിരോധമില്ല, ഹിജാമ നടത്തുന്നത് കൊണ്ട് വിരോധമില്ല. ക്ഷീണമുള്ള സമയത്ത് ചെയ്യരുത്. കാരണം ശരീരത്തിൽ നിന്നിട്ട് ചോര പോകുമ്പോൾ ക്ഷീണം വർദ്ധിക്കുമല്ലോ. അപ്പോൾ ഇസ്ലാമിൽ ലാ ദററ വലാ ദിറാറ, ഒരു നിലക്കും ദ്രോഹമുണ്ടാവുക എന്നത് ഇസ്ലാം ഉദ്ദേശിക്കാത്ത കാര്യമാണ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സമയം നിർണയിച്ചു കൊണ്ടുവന്ന എല്ലാ ഹദീസുകളും ചർച്ചയ്ക്ക് വിധേയമായതായ ഹദീസുകളാണ്. ഹിജാമ റസൂൽ ചെയ്തു എന്നതും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്യൽ മുസ്ലിങ്ങൾക്ക് പണ്ട് തന്നെ സഹാബാക്കളുടെ ഇടയിൽ മഷൂറായ ഒരു അനുവദിക്കപ്പെട്ട ഇലാജാണ് എന്നതും സ്ഥിരീകരിക്കപ്പെട്ട സംഭവമാണ്. ഹിജാമ ഇസ്ലാം വരുന്നതിന് എത്രയോ കാലഘട്ടം മുമ്പ് തന്നെ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നുബുവത്ത് കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രത്തിൽ ഹിജാമ അറിയപ്പെട്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അറബികളുടെ ഇടയിൽ മഷൂറായ, മാറൂഫായ ഒരു ചികിത്സയാണ് ഹിജാമ. അതിനു വേണ്ടി പ്രത്യേകം ഹോസ്പിറ്റലുകൾ തന്നെ സൗദി അറേബ്യയിൽ അറിയപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.